ഹലോ മക്കളെ, അസ്സലാമലൈക്കും. നമ്മള് പെരന്റെ പണിയൊന്ന് തുടങ്ങാണല്ലേ? അതെ ഗൈസ്, ഞാനിപ്പോഴാണ് നീച്ചത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ 5 മണിക്കാണ് ഉറങ്ങിയത്. അപ്പോൾ കൊണ്ട് മൊത്തം അതിന്റെ ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഉമ്മ അകത്തുണ്ട്. നമ്മളെ 3D പ്ലാൻ നമുക്ക് ഒരാൾ ചെയ്ത് നിൽക്കണം കേട്ടോ. നമുക്ക് ഇത് കൂടെ മെസ്സേജ് അയച്ചാണ്. അതായത് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു ഫ്രീ ആയിട്ടാണ് ചെയ്ത് നിൽക്കണേ. അപ്പൊ അമ്മ ഉള്ളിലുണ്ട്. ആ പേപ്പർ നാളെ താത്ത തന്നെ ഇതിന് വെക്കാന് അതൊക്കെ നനഞ്ഞിരിക്കുന്നു. ഞാൻ ന്യൂസ് പേപ്പറോ? ഇതൊക്കെ വേണം. കഴിഞ്ഞ ദിവസം രാത്രി കൊണ്ടതാണ് മെറ്റലും ഇത് പാർപ്പൊടി. ഗൈസ്, നമ്മളെ പ്ലാന് സ്റ്റുഡിയോ പോയിട്ട് ഒന്ന് എന്താക്കണം പേപ്പറിലാക്കി കളർ ഫോട്ടോ ആക്കി എടുക്കണം. വെയിലാണല്ലോ അല്ലേ? രാവിലെ തന്നെ വെയിലാണല്ലോ. എങ്ങനെ ഈ ലൈനിന് ഞാൻ അപേക്ഷ കൊടുക്കണം. അല്ല പിന്നെ അത് പെരന്റെ മുകളിലല്ലേ ഒരു മാറ്റിയാണ്. അന്ന് നടുക്കൂടെ ഞങ്ങൾ വന്നപ്പോ ഒരു കൊണ്ടാൾ കൊണ്ടുപോയി പണി തുടങ്ങിയിരിക്കണേ. പണി ഇപ്പൊ നോക്കി. ഇപ്പൊ എന്താ നമ്മളെ പണി? ഇപ്പൊ സൺസൈഡ് മറ്റേത് സൈഡ് കൂടെ തടവില്ലേ? ഫ്ലാറ്റ്. അതായത് ഗൈസ്, ഇന്നത്തെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞുതരാം. ഇതാണ് പണി. നമ്മളെ ഈ സൈഡിൽ ഉണ്ടാവൂലേ ഇങ്ങനെ ഈ ഫ്ലാറ്റ് അല്ല, ചെറിയ കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവില്ലടാ, നേരെ ആ സാധനമാണ്. ചെരിച്ച് പറഞ്ഞോണ്ട് അത് എന്താ പറയാ, അതാണ് നല്ലത്. കാരണം മുണ്ടി കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിക്കൊണ്ട് ഇപ്പൊ ഞങ്ങളത് എന്താ ഉണ്ടായത് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ കാര്യം പറഞ്ഞുതരാം. ഇമ്മ ആദ്യം പറഞ്ഞത് ചെരിച്ചുണ്ടാക്കാനാ പറഞ്ഞത്. അപ്പൊ ചെരിച്ചുണ്ടാക്കാൻ പറഞ്ഞോണ്ട് തന്നെ ഇത് ഞങ്ങക്ക് ഒരു പാളിച്ച എന്താ പറ്റി വെച്ച് കഴിഞ്ഞാല്, സാധാരണ ചെരിച്ചുണ്ടാക്കുമ്പോഴാണ് അത്രക്ക് ഇത് വരുന്നത്. ഒരു ലൈൻ ഉണ്ടല്ലേ നിങ്ങള്? സാധാരണ സൺസൈഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവല്? ചെരിച്ചുള്ള സൺസൈഡ് ആവുമ്പോ ഇവിടുന്ന് ഓക്കെയാണ്, ഇവിടുന്ന് കറക്റ്റ് ഇങ്ങനെയാണ് കൊടുക്കല്. അതിന് ഇത്ര ആയിട്ട് ഓക്കെയാണ്. നമുക്ക് വേണ്ടിയത് നേരെയാണ്. പക്ഷെ ഇമ്മ പറഞ്ഞത് ചെരിച്ചിട്ട് ആദ്യം പറഞ്ഞത്. ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നേരെ മതി എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നമുക്ക് പറ്റിയ പാളിച്ച എന്താ അറിയോ? ഇവിടുന്നാണ് നേരെ ഉണ്ടാക്കല്. അതായത് നേരെ ജനൽമെന്ന് അവിടുന്ന് നേരെ ഉണ്ടാക്കില്ലേ? അപ്പൊ അത് നമുക്ക് പണി പാളി. അതിന്റെ മോൾ കൂടെ അപ്പൊ ഒരു പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, കാണുമ്പോ ഒരു ചെറിയ ബോറ് ഉണ്ടാവും, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് തൽക്കാലം ഇതുമ്മ നേരെ ഉണ്ടാക്കാം. അതാണ് ഇപ്പൊ സംഭവം. ഉദാഹരണം കാണിക്കാനാണെങ്കിൽ കണ്ടില്ലേ, ഇതാണ് ഇമ്മാന്റെ പ്ലാന്. ഇങ്ങനെ ചെയ്യാനാണ് ഇമ്മാന്റെ പ്ലാൻ. പക്ഷെ നമ്മള് ഇത് മാറ്റിയിട്ട് എങ്ങനെ ആക്കിയത് വെച്ച് കഴിഞ്ഞാല് പെരമ കണ്ടോ, ജനലിന് ചാരിയിട്ട് നേരെ ഫ്ലാറ്റ് ആയിട്ട് വരുന്ന കണ്ടില്ലേ? അങ്ങനെയാണ് വേണ്ടിയത്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് അങ്ങനെ തന്നെ പറഞ്ഞ അങ്ങനെ ആക്കുന്നുണ്ട്. നമുക്ക് എന്നാലേ മറ്റേ സാധനം പോയിട്ട് പ്രിന്റ് എടുത്ത് തരില്ലേ? ഓക്കെ, ഞങ്ങൾ ഞാൻ എന്തായാലും ചെന്നിട്ട് നേരെ ഞങ്ങളെ 3D പ്ലാന് പ്രിന്റ് എടുത്തിട്ട് വരാം. കളർ പ്രിന്റ് എടുത്തിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ ഒരു പ്രിന്റ് എടുക്കാൻ പോയപ്പോ ഇമ്മയും മമ്മിയും വേഗം പെരുകി കയറിയിരിക്കണേ. അപ്പൊ അവിടുന്ന് നമ്മള് വേഗം എടുത്തോണം. ഇനിയിപ്പോ നേരെ നമ്മള് ഇവിടെ പെരുന്നാങ്ങോട്ട് ഒന്നുകൂടി പോവുകയാണ്. ഇമ്മ അപ്പത്തിന് പെരിയില് ചോറൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്. വേറെ കൊണ്ടുപോയി തട്ടിട്ടോ എന്താ പരിപാടി? രണ്ടിടക്ക് പെരന്റെ പ്ലാൻ നോക്കിയിട്ട് ഇവിടെ രണ്ടാൾക്കാരോട് എത്തിക്കണേ പെരപ്പണി കാണാൻ വേണ്ടിട്ട്. ഞങ്ങൾ അങ്ങനെ പ്രിന്റ് എടുത്തൊക്കെ കഴിഞ്ഞു വന്നിക്കണ്. നമുക്ക് കളർ പ്രിന്റ് കിട്ടിയില്ല കേട്ടോ. സാധാരണ നോർമലി പ്രിന്റ് ആണ് കിട്ടിയത്. ഇതാണ് നമ്മള് പെരന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. പണിപ്പ് എന്തായി ചെയ്തേക്കാം? പണിപ്പ് എന്തായി? പണി ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ. നമ്മുടെ വർക്ക് ഉണ്ടാക്കണേ നമ്മളെ ഇതിന്റെ ഇത് എന്താണ്? ഇതിനെന്താ പേര് പറയാ? നീച്ചിക്കണ്ടി വരും. ആരാപ്പേക്ക് ഇങ്ങനെ നീച്ചിക്കണ്ടി വരും. എന്നിട്ട് നീച്ചിക്കല്ലേ? സ്പ്രിന്റ് നമ്മൾ കൊടുത്തു. ഇനി എന്താണ്? ഇനിയിപ്പോ എന്താണ് നോക്കി കാക്കി ഉള്ളില് ഇതിപ്പോ ഇങ്ങനെ തോന്നിയിട്ടോണ്ട് നമ്മുടെ വായിച്ചു കുത്തിരിക്കാണ്. ഫോട്ടോ നോക്കി കുത്തിരിക്കാണ്. പ്ലാനും കൈ പിടിച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കേണ്ടത്. പ്ലാനില് ഇപ്പൊ സൈഡ് ഭാഗം ഇടുന്ന വരുത്താം. സൈഡ് ഭാഗം ഇതാണ്. ഇത് പിടിച്ചാ ഇത് കളർ പ്രിന്റ് അല്ലാത്തോണ്ട് കറക്റ്റ് ആയിട്ട് കാണില്ല.
ഇതിലുള്ള ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ലൈന് 2 ലൈൻ ഇത് അതേപോലെ തന്നെയാണ് വെച്ചിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് വെക്കണേ. ഇതാണ് ആ ബാത്റൂമിന്റെ ഭാഗത്തുള്ള ചെറിയൊരു ഗ്യാപ്പ്. ഇവിടെയാണ് നമ്മളെ ജനലിന്റെ ഭാഗത്തൊരു ഗ്യാപ്പ്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ബോർഡർ ഇങ്ങനെ വരും. അതായത് ആ ഫോട്ടോയിൽ കണ്ടില്ലേ, ഇതിനെ കണ്ടില്ലേ നിങ്ങള്, ഒരു ബോർഡർ ഇവിടെ ഒരു ബോർഡർ ആവും വരിക. നമ്മുടെ തണലത്ത് ഇരിക്കണുണ്ട്. നമുക്ക് എന്താ പറയാനുള്ളത്? കറുത്ത തലി കൂടെ കൊഞ്ഞിടും മുകളിൽ കറുത്തമാരാണ്. കറുത്ത കൊഞ്ഞാടിയിട്ടൊന്നും ഉമ്മമാക്കൊന്നും പറ്റൂല അല്ലേ? അനങ്ങിയ മുറി 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 എന്തേലും ഒരു കാരണം കിട്ടാൻ മുറിച്ച് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒന്നും മുറിച്ചണ്ട. ഇത് വലുതാവും വിചാരിച്ചിട്ട് തന്നെ കുഴിച്ചിട്ടത്. ഈ ഇതിന്റെ തണലുണ്ടായോണ്ടല്ലോ ഇപ്പൊ ഇവിടെ കുത്തിരിക്കണേ. അത് ആലോചിച്ചില്ല, അത് മുറിച്ച് കളയാനുള്ള ആലോചിക്കുന്നത്. പൊടുവണ്ണി ഇതൊന്നും ഇവിടെ കുഴിച്ചിട്ടുണ്ട. പെരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചു. ചെടിയല്ലോ മരം. അതെ, നമുക്ക് ബാക്കത്തെ ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. ബാക്കത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, കാരണം നമുക്ക് കിച്ചൺ ഇല്ലാത്തോണ്ട് ഉമ്മ അവിടെ സൈഡ് ആയിക്കണേ. ബാക്കത്തെ അവസ്ഥ അവിടെ സൈഡ് ആയി കുത്തിരിക്കില്ല. ഇല്ല തണുപ്പിലോ മരങ്ങളൊക്കെ വെക്കൂലേ? ആ അതെ അതെ അതെ. പണിയൊക്കെ വെട്ടി മുറിച്ചാണോ നമ്മള് വെച്ചു കൊടുക്കാനും. ഇനി അടുത്ത സംഭവം എന്താ അറിയോ? ഇതൊക്കെ കഴിഞ്ഞിട്ടില്ല വള്ളിയാണെങ്കിൽ ഈ കിടക്കുന്ന സാധനം, ഈ ഒരു പോസ്റ്റ് ഇന്നാള് KCB-ക്കാര് ഒരട്ടം നമ്മള് പൈസ കൊടുത്താണ്ട് ഒരട്ടം മാറ്റി തന്ന. അന്ന് ഇവിടെ ഉണ്ടായിനെ. അന്ന് ഒരട്ടം വന്നാണ്ട് മാറ്റി തരാന്നിട്ട് നമ്മളില്ലാത്ത ടൈമില് വരാന്ന് പറഞ്ഞാണ്ട് ഓല് എപ്പഴാ വരുന്നത് പറഞ്ഞില്ല. ഓല് പൈസ തന്നപ്പോഴാ ഞങ്ങൾ അറിയുന്നത്. അരൂക്ക് കുഴിച്ചിട്ട് ഇവിടെ നോക്കുമ്പോ എങ്ങനെയൊക്കെ അരൂക്കാരെ അപ്പുറത്ത് ആക്കിയാൽ മതിയേനി. ഓല് കാട്ടിയ പരിപാടി എന്താ അറിയോ? KCB-ക്കാര് കാട്ടിയ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളെ വിളിച്ചോ ഒന്നുമില്ല. ഓല് നേരെ എന്നാണ് എന്ത് ചെയ്തു, നേരെ ഇങ്ങോട്ടാണ് കുറച്ചുകൂടി സൈഡിക്ക് പൈസ കൊടുത്തിട്ടല്ലോ. ഒന്നെങ്കിൽ ഒരു സൈഡിക്ക് ഇതാക്കാം. ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നോക്കിയാൽ നേരെ പേരന്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ പേര ആയി വരുമ്പോ ലൈനിങ് കമ്പി നേരെ അതിന്റെ മുകളിൽ ഭയങ്കര പ്രശ്നമാണ്. ഇൻ കേസ് കുട്ടികളെ ആരെയൊക്കെ മോൾക്ക് കയറുക എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം. കുട്ടികൾ വന്നാണ് കാര്യമായിട്ടുണ്ടെച്ചാല് പണി ഇനി ആദ്യം മുതൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് KCB-യിൽ അപേക്ഷ കൊടുത്തിട്ട് പിന്നെയും പൈസ കൊടുത്താണ് ഇതാക്കണം. എന്തല്ലേ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ്. നല്ല വെയിലാണ്, നല്ല വെയിലുണ്ടല്ലേ. എന്താ ചെയ്യാ, ഈ വെയിലത്താണല്ലോ ഇനി നിക്കണ്ടിയല്ലേ. അപ്പൊ ഇതെന്താണ് സംഭവം? ഇത് മറ്റേ റാക്കില്ലേ? ഞാൻ ഇത് ജനാലാണ്, ബാത്റൂമിക്ക് ജനാൽ. അടുപ്പത്തെ പേർക്കൊക്കെ റാക്ക് ഉണ്ടാവലുണ്ടോ? ഇപ്പത്തെ പേർക്കൊന്നും റാക്കില്ല. റാക്കല്ല ഇത് ഈ സാധനം ഇതുണ്ടാവലുണ്ടോ ഗൈസ്? നിങ്ങൾ പറയട്ടോ, നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഇപ്പത്തെ പേർക്ക് അങ്ങനെ ഉണ്ടാവുന്നു. ഇപ്പത്തെ പേർക്ക് ഇതെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അതായത് എന്ത് വെക്കാനാണ് ഉമ്മ? തുണിയാള് വെക്കാൻ. ഇപ്പത്തെ പേർക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടോന്ന് നിങ്ങളൊന്ന് പറയട്ടോ. ഇന്ത്യയിലൊക്കെ അടിപൊളിയായി ചെയ്യാൻ വേണ്ടിട്ട് ഇത് ഉണ്ടോ നിങ്ങൾക്ക് എല്ലാ പേരിലുണ്ട് തോന്നി. ഞാൻ കണ്ടിരിക്കണേ. ശരി എന്നാല് പണ്ടത്തെ വായിത്ത ഇതാണിപ്പോ അറിയോ? നമ്മളെ ഫ്രണ്ടില് വരുന്നത് പറയുന്നത് ഇതാണ്. നമ്മളെ ഈ ഒരു സൈഡ് സിറ്റ് ഔട്ട് പറയുന്നത് ഈ ഒരു ഭാഗം. ഇത് പറയുന്നത് ഈ ജനല് ഇതാക്കണ ആ സാധനം അവിടെ. ഇത് മോൾക്ക് ഉണ്ടാക്കാനുള്ള സാധനം. ഇത് എങ്ങനെ ഉണ്ടാക്കുക അറിയില്ല. ഓല് ഉണ്ടാക്കും. ഒരു കാര്യം ആലോചിക്കണം, നമുക്ക് നോക്കിക്കാം. ഇത് പഞ്ചായത്ത് വരെ കേട്ടോ. അല്ലടാ ആ സൈഡത്തെ അവസ്ഥ നോക്കട്ടെ. സൈഡത്തിന്റെ ഫോട്ടോ. പിന്നൊരു കാര്യം, ഇതിന് എത്ര ഉറുപ്പ്യാവും ഒന്നും അറിയില്ല കേട്ടോ. മമ്മ ഇവിടെ വരി, വേം വരി. ഇപ്പൊ എത്ര ഉറുപ്പ്യാവും കാര്യം ഒരു ഊഹം? ഞാനെങ്ങനെ പറയാൻ, ഓല് 4 ലക്ഷമുള്ളൂ. ആരോണ്ട് ഇപ്പൊ നമുക്ക് വല്ലോ ഇപ്പൊ 2 കഴിഞ്ഞു. അതല്ല ഇത് ഇപ്പൊ മറ്റേ ആളെന്തേലും പറഞ്ഞോ? മൂപ്പരോട് ചോദിച്ചു നോക്കാം. ഇതിനിപ്പോ പറഞ്ഞത് അത്ര കൈ കൊടുക്കാനാണ്. ഇപ്പൊ നിങ്ങള് പ്ലാനൊക്കെ മാറ്റിയില്ല. ഇപ്പൊ ഞാൻ എങ്ങനെ എന്തൊക്കെയാണോ അത് അറിയില്ല. ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വാർക്കാനിലാക്കി തരും. പിന്നെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെ പഞ്ചായത്തിൽ നിന്ന് 1.60 1.40 കിട്ടും. അതുകൊണ്ട് നമ്മള് ബാക്കി പണിയെടുക്കാം. അതുകൊണ്ട് ആകൊന്നുമില്ല. അതുവരെയുള്ള പഞ്ചായത്ത് അതോടെ കഴിഞ്ഞു. അല്ല പിന്നെ ഒരു 60 കിട്ടും എല്ലാ പണിയും കഴിഞ്ഞിട്ട്. ആണോ? 40 ബാക്കി കിട്ടുള്ളൂ. 1.60 കെട്ടി കഴിഞ്ഞാൽ പിന്നെ 40 കിട്ടാം. അത് അടുക്കളക്ക് എല്ലാ പണിയും കിട്ടാം. അപ്പൊ ബാക്കിയൊക്കെ നമ്മൾ എടുക്കണം. പിന്നെ ഇത് നമുക്ക് പൊങ്ങി വരുമ്പോ അറിയാം എന്താകുന്നു. എന്തായാലും നോക്കിയോ ഗൈസ്, ഇവിടെ പൊള്ളണ വെയിലാട്ടോ. സീനാണ്. എന്നാ ഗൈസ്, എന്നാ മമ്മ നമുക്ക് പോയാലോ?
നമ്മൾ ഈ ലൈറ്റ് ഉള്ളിൽ കൂടെ കൊടുക്കുമ്പോഴേ അത് എപ്പോഴും ചെയ്യണ്ട, ഇപ്പോഴാണ് ചെയ്യാതോ വയറിങ്ങിന്റെ പരിപാടി പൈപ്പ് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാ? വാർപ്പിനോ? ഉച്ച കഴിഞ്ഞിട്ടില്ലേ ഉണ്ടാവുള്ളൂ? ഉച്ച കഴിഞ്ഞിട്ടില്ലേ? നാളെ. ഇപ്പൊ തന്നെ അതിന്റെ ഒന്നും ആക്കണ്ടല്ലോ. അത് നാളെ അപ്പൊ ഇതാക്കാം. ലൈറ്റ് എവിടേക്ക് കൊടുക്കുന്നത് പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ഭയങ്കര വെയിലാണ്. നീ മമ്മി അപ്പുറത്തെ വെയിലിരിക്കാണ്ട്. അതെ, മുട്ട വെയിലത്തെന്ന് പറയുന്നത് അവിടെ കുത്തിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ അയലോക്കാറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പെരീക്ക് വന്നാലേ അയലോക്കാറ്റ്. എന്താണ് നമ്മളെ അയൽവാസി? എന്താണ് മടിച്ചു കുത്തിരിക്കണേ? അവിടെ കുത്തിരുന്നോളി. അതെ, നമ്മളെ അയലോക്കാറ്റിയാണ് കുത്തിരിക്കണേ. അതെ, നമ്മളെന്തായാലും വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അതാക്കണേ. ഇത് ഏതാരായിട്ട് വരും? പേരക്കുട്ടിയോ? എന്താ പേരടാ? അതിനാണോ? ഈ ബ്ലാക്ക് കളർ പിന്നെ ലേറ്റ് ആണ്. ബ്ലാക്ക് കളർ 1 2 3 4 5 6 7 8 9 10 ലേറ്റ് ആയിട്ട്. അപ്പുറത്തുണ്ടാവും. മറ്റേ പ്രിന്റ് കൊടുക്കും. മറ്റേ പ്രിന്റ് ഉണ്ടാവില്ല. അവിടെല്ല, അപ്പുറത്തുണ്ടാവില്ല. അവിടെ ലേറ്റ് കൊടുക്കാൻ ചാൻസ് ഇല്ല. ലേറ്റ് അല്ല, കുത്താണ്. അപ്പോ ഗൈസ് നമുക്ക് എന്തെങ്കിലും വീഡിയോ ഇതിന്റെ പേരില്ലേ നമ്മളെ വീഡിയോ കാണലുണ്ടോ? നമ്മളറിയത് നമ്മ വീഡിയോ അതിന്റെ പേര് തന്നെ പറയും. ഇവരോട് പറയും. വീഡിയോ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാറ്. ഇനി ഇതിന്റെ ബാക്കി പണി നമ്മൾ അറിയിക്കണെന്ന് ബാക്കി പണി അറിയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അത് എല്ലാവർക്കും ബൈ ഗൈസ്.